ഹായ് കൂട്ടുകാരെ, എൻ്റെ തൊടിയിൽ നിൽക്കുന്ന കറിവേപ്പ് മരമാണിത്. ഇതുപോലെ കുറേ മരങ്ങൾ ഞാൻ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് പറിച്ചുകൊണ്ട് ഒരു വിഭവത്തെ പരിചയപ്പെടാം. കൂടെ തന്നെ എൻ്റെ മുറ്റത്ത് നിൽക്കുന്ന കാന്താരി മുളക് ഒരു 6 എണ്ണം എടുത്തിട്ടുണ്ട്. ഇത് ചട്ടിയിലൊക്കെ വളരും. ഇത് നമ്മുടെ കൊളസ്ട്രോൾ ലെവൽ കൺട്രോൾ ചെയ്യാൻ ഏറ്റവും പ്രയോജനപ്രദമായ ഒരു മുളകിനമാണ്. ഇനി തളിരിലയാണ് കറിവേപ്പിൻ്റെ ഞാൻ എടുത്തിട്ടുള്ളത്. തളിരില മൂക്കാൻ പാടില്ല ഇല. ഇനി നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് എന്ന് നോക്കാം. നെയ്യ് നീക്കിയെടുത്ത ശുദ്ധമായ 1 ലിറ്റർ മോരാണ് ഞാൻ കാച്ചാൻ പോകുന്നത്. ഇതിനായിട്ട് എടുത്ത സാധനങ്ങൾ: 1/2 ടീസ്പൂൺ അളവിൽ ഉലുവയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ജീരകം 3/4 ടീസ്പൂൺ, 2 ടീസ്പൂൺ നല്ല നാടൻ ഉണക്കക്കുരുമുളക്, കറുവേപ്പില ഇങ്ങനെ പിച്ചി പറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം മിക്സിയിലൊന്ന് ചതച്ചെടുക്കാം. മിക്സിയിൽ ഇങ്ങനെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ഗ്ലാസ് മോര് ഒഴിക്കുകയാണ്. ഇനി ഇത് നല്ലപോലെ ഒന്നും കൂടി കറക്കിയെടുക്കാം. മോര് ചേർത്ത് ഇത് കറക്കിയെടുത്തിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, മിക്സിയുടെ വലിയ ജാർ എടുക്കാൻ മറക്കരുത്, അല്ലെങ്കിൽ ഈ മോര് പൊന്തി ചാടി പോകും. ഇനി നമുക്ക് ഒരു കൽച്ചട്ടി അടുപ്പത്ത് വെക്കാം. അതിൽ 1 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ശുദ്ധമായ നല്ല നാടൻ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂണ് നമുക്ക് ഈ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് തിളക്കട്ടെ. ഉണ്ണികൾക്കൊക്കെ അസുഖങ്ങൾ ബാധിക്കുമ്പോൾ ആൻറ്റിബയോട്ടിക്കൊക്കെ നമ്മൾ ധാരാളം ഉപയോഗിക്കും. അതിനുശേഷം നമ്മുടെ കുടലിൻ്റെ ആരോഗ്യത്തിനും ഈ മരുന്നിൻ്റെ സൈഡ് എഫക്റ്റൊക്കെ പോകാനും ഈ ഒരു മോര് കാച്ചിയത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. പനിയുള്ള സമയത്തും ശ്വാസം മുട്ടലുള്ള സമയത്തും ഇത് ഉപയോഗിക്കാൻ പാടില്ല. കാരണം ഇതിന് നല്ല തണുപ്പാണ്. വയറിന് നല്ല തണുപ്പ് നൽകുന്ന ഒരു വിഭവമാണ് ഈ മോര് കാച്ചിയത്. പലരും മോര് കാച്ചുന്നത് വെളിച്ചെണ്ണയിലാണ്. വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ചിട്ടൊക്കെയാണ്. പക്ഷെ വെളിച്ചെണ്ണ നമ്മുടെ കൊളസ്ട്രോൾ ഉള്ളവർക്ക് നല്ലതല്ല. അതുകൊണ്ട് തന്നെ കൊളസ്ട്രോൾ ലെവൽ കൺട്രോൾ ചെയ്യാൻ കൂടിയിട്ടാണ് ഈ ഒരു മോര് കാച്ചിയത് ഞാൻ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ ഉപയോഗിക്കാതെ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ഒരാഴ്ച വരെ നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് ദിവസേന വൈകുന്നേരം കഴിക്കാം. ഭക്ഷണ ശേഷം കഴിക്കുന്നതാണ് ഉത്തമം. ഇപ്പോൾ മഞ്ഞൾപ്പൊടിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് വെള്ളത്തിൽ. ഇനി നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പില്ലാതെയും ഈ ഒരു മോര് കാച്ചിയത് നമുക്ക് കഴിക്കാം. പ്രഷർ ഉള്ളവർ ഉപ്പിടേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് നമ്മൾ ഈ അരച്ച് വെച്ചിട്ടുള്ള സംഭവം ഒഴിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം ബാക്കിയുള്ള മോര് കൂടി നമുക്ക് ചേർത്ത് തിളപ്പിക്കാം. ഇനി ഇത് നല്ല പോലെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഈ കൽച്ചട്ടിയിൽ വെക്കുന്നത് ഇത് കുറുകാൻ വേണ്ടിയാണ്. ഇത് നമ്മൾ കാച്ചിയെടുത്ത ശേഷം 1 മണിക്കൂർ കഴിയുമ്പോൾ തന്നെ കുറുകി നല്ല ടേസ്റ്റായി വന്നിട്ടുണ്ടാവും. മൺചട്ടിയിലും ഇത് കാച്ചാം. അലുമിനിയം പോലുള്ള ലോഹ പാത്രങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. മോരിന് അസിഡിറ്റി ഉള്ളതുകൊണ്ട്, ആസിഡിൻ്റെ സ്വഭാവം ഉള്ളത് കൊണ്ടാണ് അങ്ങനെ ചെയ്യരുതെന്ന് പറയുന്നത്. അപ്പോൾ ഇതിനി നല്ല പോലെ തിളച്ചൊന്ന് കുറുക്കിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ മോര് കാച്ചിയത് റെഡി ആയിട്ടുണ്ട്. നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇത് ഒരു ദിവസം മുഴുവൻ ഈ കൽച്ചട്ടിയിൽ ഇരുന്ന ശേഷം വൈകുന്നേരം ഒരരിപ്പ വെച്ച് അരിച്ച് കുപ്പിയിലാക്കി നമുക്ക് തണുത്ത ശേഷം ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. അല്ലെങ്കിൽ ഇത് നമ്മൾ കഴിക്കുമ്പോൾ ഈ ഒരു സംഭവങ്ങളൊക്കെ നാവിൽ തടയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇതിൻ്റെ എല്ലാം ഈ മോരിൽ പിടിച്ച ശേഷം വേണം ഇത് അരിച്ച് ഉപയോഗിക്കാൻ എന്നും കൂടി പറയട്ടെ. ചേർത്തിയിട്ടുള്ള അരിമുളക്, അതേപോലെ തന്നെ കറിവേപ്പില, ഉലുവ, ഇതെല്ലാം നമ്മുടെ കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കുന്ന വസ്തുക്കളാണ്. അതുകൊണ്ട് തന്നെ കൊളസ്ട്രോൾ വരാതിരിക്കാനും ഇത് നമുക്ക് ഉപയോഗിക്കാം. എല്ലാവരും ട്രൈ ചെയ്യൂ. അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തൂ, ഷെയർ ചെയ്യൂ, ലൈക്ക് ചെയ്യൂ. ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.